ഹായ് ബ്യൂട്ടിഫുൾ ലേഡീസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് അവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ആ വീഡിയോസിന് എല്ലാവരുടെ അടുത്തുനിന്നും നല്ല റെസ്പോൺസാണ് ഉണ്ടായത്. അപ്പം അതിന് വളരെ ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിഥികൾ ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അതിഥികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം ഒരു ആതിഥേയം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അതിഥികളും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം മറ്റൊരാളുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് കാര്യം ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സമയം ഏത് സമയത്താണ് നമ്മൾ അവിടെ എത്തുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഏത് സമയത്താണ് നമ്മൾ ഇറങ്ങുന്നത്, ഏത് വണ്ടിയിലാണ്, എവിടെയാണ് ഇറങ്ങുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മളൊന്ന് അവരെ ഇൻഫോം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഏത് സമയത്ത് എത്തിച്ചേരും എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതിനും, അതുപോലെ തന്നെ അവർക്ക് ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിനൊക്കെ അവർക്ക് ഒരു സൗകര്യമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏത് ദിവസമാണ് ചെല്ലുന്നത് എന്നുള്ള കാര്യം നേരത്തെ പറയുകയാണെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അത് അവർ നമ്മളെ അറിയിക്കാനും, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ക്യാൻസൽ ചെയ്യാനുമുള്ള ഒരു സൗകര്യം അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അത് ഒരു വലിയൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ആ വീട്ടിലുള്ളവരുടെ അടുത്ത് നമ്മുടെ എന്താ പറയുക, എന്തെങ്കിലും പ്രത്യേകമായിട്ട് വേണ്ടാത്ത, നമ്മൾ കഴിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അവർ ചിലപ്പോൾ അന്വേഷിക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചില ആളുകൾ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്ത് പറയാം, പ്രത്യേകമായിട്ട് നിങ്ങൾ നോൺ വെജ് ഒന്നും ഉണ്ടാക്കരുത്, ഞങ്ങൾ കഴിക്കൂല എന്നുള്ള കാര്യം അവരെ ഇൻഫോം ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അല്ലാതെ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചിട്ട് പിന്നെ നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരുടെ വീട് അവർ വളരെ നീറ്റായിട്ടായിരിക്കും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക. അപ്പം അത് നമ്മളായിട്ട് ചെന്ന് അത് കുളമാക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പം ഞാനീ പറയുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷേ അത് ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം അതുപോലെ ഒരു വീടിൻ്റെ നീറ്റ്നെസ്സൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചെരുപ്പിടാതെയൊക്കെ അവർ വീട്ടിലേക്ക് കയറുന്നതായിരിക്കും. അങ്ങനെയുള്ള വീട്ടിലേക്കൊക്കെ നമ്മൾ ഓടി കയറി ചെരുപ്പിട്ടിട്ട് കയറി പോകാതിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മുടെ കൂടെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. എന്താണെന്ന് വെച്ചാൽ, ചില കുട്ടികൾ മറ്റു വീടുകളിൽ പോയി അവരുടെ നല്ല വൃത്തിക്കൊക്കെ വെച്ചിരിക്കുന്ന വീടുകളാണെങ്കിൽ അതെല്ലാം അലങ്കോലമാക്കുന്ന ആ ഒരു ശീലം നല്ലതല്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ആദ്യം കുറച്ച് മാനേഴ്സ് പഠിപ്പിക്കാനുണ്ട്. മറ്റൊരു വീട്ടിൽ പോയി ചേരുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നമ്മൾ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ഒരു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ പോയിരുന്ന് നമ്മൾ മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതേപോലെ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുക, അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പം അതിനിടയ്ക്ക് കയറി നിന്ന് അഭിപ്രായം പറഞ്ഞ് അത് കൂടുതൽ വഷളാക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവരുടെ പ്രൈവസിയിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുത്തി ചോദിച്ച് അത് മനസ്സിലാക്കി അങ്ങനെയുള്ള രീതികളൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അവരെന്തെങ്കിലും ഭക്ഷണമോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ എന്തെങ്കിലും സെർവ് ചെയ്യാനോ, അല്ലെങ്കിൽ കൊണ്ടുവച്ച് കൊടുക്കാനോ, അല്ലെങ്കിൽ ടേബിളൊക്കെ ആണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാനോ അറേഞ്ച് ചെയ്യാനോ ഒക്കെ നമ്മളും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന അവർക്ക് നല്ലതായിരിക്കും. കാരണം ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരിക എന്ന് പറയുമ്പം നമുക്ക് അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടായിരിക്കും അവർ ഓരോ കാര്യങ്ങളും ചെയ്തു തരുന്നത്. അപ്പം അതിനൊക്കെ ഒന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമുക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേകമായി ഇപ്പം ബെഡ്ഷീറ്റോ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ കിടന്നിരിക്കുന്ന സ്ഥലം ഒന്ന് നീറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ അവരെ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. പിന്നെ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ അവർക്ക് നമ്മളുടെ എന്താ പറയുക, ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ അവിടെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്വീറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് വാങ്ങി നമ്മൾ കയ്യിൽ വെക്കാൻ വേണ്ടി മറക്കരുത്. അല്ലെങ്കിൽ എന്താ പറയുക,
എന്തെങ്കിലും സ്നാക്സോ സ്വീറ്റ്സോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബർത്ത്ഡേ പോലെയുള്ളതാണെങ്കിൽ ഫങ്ഷൻസ് ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു ഗിഫ്റ്റോ എന്തെങ്കിലും ഒരു കാര്യം ഫ്ലവേഴ്സോ ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മൾ വാങ്ങി കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാതെ വെറും കൈയായിട്ട് നമ്മൾ കടന്നു ചെല്ലാൻ പാടില്ല കേട്ടോ. അതേപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അവർ തരുന്ന സംഭവം ഫുഡാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അത് സന്തോഷമായിട്ട് സ്വീകരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അയ്യോ ഇത് ഞാൻ കഴിക്കില്ല എന്നിട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ആ ഒരു രീതിയിൽ അവരെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാതിരിക്കുക. നമുക്ക് വേണ്ടിയിട്ട് അവരൊരു ഫേവർ ചെയ്ത് തരുമ്പോൾ അത് വളരെ സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നമ്മൾ ഗസ്റ്റായിട്ട് ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പം ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താനുണ്ട്, നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ പറയാം കേട്ടോ. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.